ഈ മീറ്ററിൽ നമുക്ക് 6 കാര്യങ്ങളാണ് ഡിസ്പ്ലേയിൽ വരുന്നത്. ഒന്ന് വോൾട്ട് അറിയാം, പിന്നെ ആംബിയർ അറിയാം, പിന്നെ ഉപയോഗിക്കുന്ന ഐറ്റത്തിൻ്റെ വാട്ട്സ് അറിയാം, പിന്നെ ഫ്രീക്വൻസി, പിന്നെ KWH അതായത് യൂണിറ്റ് അറിയാം, പിന്നെ PF പവർ ഫാക്ടറാണ്. ഇതൊക്കെയാണ് നമ്മുടെ മീറ്ററിൽ അറിയാവുന്ന കാര്യങ്ങൾ. പിന്നെ നമുക്കിതിലൊരു സെക്കൻഡറി കറണ്ട് ട്രാൻസ്ഫോമർ വരുന്നുണ്ട്, CT. പിന്നെ മീറ്ററിൻ്റെ നേരെ ബാക്കിൽ ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നമുക്ക് എളുപ്പത്തിൽ കണക്ഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. മീറ്ററിൻ്റെ എല്ലാ അളവുകളും ഈ ഫോട്ടോയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്കിത് മീറ്റർ ഒരു ഹൈലൈൻ ഷീറ്റിൽ കട്ട് ചെയ്തിട്ട് അതിൽ ഫിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയാണ്. അപ്പം നമുക്ക് മീറ്റർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ, ഒന്ന് നമ്മുടെ മീറ്ററിൻ്റെ നേരെ ബാക്കിൽ അതിൻ്റെ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു പേപ്പർ വന്നിട്ടുണ്ട്, അതായത് ഇതിൻ്റെ ഫുൾ